ഫസ്റ്റ് മനസ്സിൽ വരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അസൂയൊന്നുമല്ല, എന്നാലും ചേച്ചിക്ക് പ്രത്യേക തരത്തിലൊരു ബന്ധം വരുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടമല്ല. പിന്നെ കെട്ടിപ്പോയാലേ എനിക്ക് അവസരം കിട്ടത്തുള്ളൂ, അതുകൊണ്ട് തന്നെ കെട്ടിക്കോട്ടെ. നല്ലൊരു ചെറുക്കൻ, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചെറുക്കൻ. ചേട്ടായി അടിപൊളിയാണ്. പിന്നെ ഭയങ്കര പാവാ, നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി വിഷമമാണേ. ഒന്നാമത് നാക്കിന് ഇത്രയും നീളം എനിക്ക്, അപ്പൊ പിന്നെ നാക്കില്ലാത്തറിഞ്ഞാണല്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ചേച്ചിനെ കുറിച്ച് ഞാൻ എന്ത് പറയണം? ഓയോ ലിപ്സ്റ്റിക്കിന്റെ കയ്യേരായേ. അത് ഞങ്ങൾ ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ നമുക്കറിയാലോ പെട്ടെന്ന് അറിയാലോ ചാട്ടം അങ്ങോട്ട് അതല്ലേ. എങ്ങനെയോ അത് എനിക്ക് ഓർമ്മയില്ല. എല്ലാരും ഓറഞ്ച് എന്ന് വിളിക്കുന്നു, എനിക്ക് ഓറഞ്ചാണ്. എനിക്ക് നമ്പർ കിട്ടിയ അന്ന് തൊട്ട് ഇന്ന് വരെ ഓറഞ്ച് എന്നുള്ള പേര് എന്റെ ഫോണിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല ഇങ്ങോട്ട് മാറിയിട്ടില്ല. എനിക്ക് അന്ന് ഒന്ന് ഓറഞ്ച്. ചെക്കെന്ന് പറയല്ലേ എന്റെ മോൻ. ഞാൻ അവനെ കുറെ നാളായിട്ട് എന്റെ മോനായിട്ട് തന്നെ കണ്ടിരിക്കുക. നിപിൻ ചേട്ടാ എനിക്ക് എന്റെ ബ്രദർ കുട്ടനെ പോലെ തന്നെ നിപിൻ ചേട്ടാ. എനിക്ക് പുതിയൊരാൾ വന്നെന്നുള്ള ഫീലൊന്നും എനിക്കില്ല സത്യത്തിൽ. ബ്രൈഡൽ ലുക്കിൽ കണ്ടപ്പോ അത് പ്രതീക്ഷിച്ചേക്കാളും സൂപ്പറായിട്ട് തോന്നി. ഞാൻ ഈ ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ട് സാധാരണ ഫോട്ടോ ഒന്നും എനിക്ക് അയച്ചു തന്നില്ലായിരുന്നു. വിവാഹം നടക്കുന്ന ശ്രീമോദെ നേടി ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാണ് ഫാമിലിയുടെ പേരിൽ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമോ? വളരെ ഹാപ്പി മൊമെന്റ് ആണ്. ഞാൻ കെട്ടിയായിരുന്നെങ്കിൽ എന്റെ ലൈഫ് നോക്കി പഠിക്കുകയാണെന്ന് പറയായിരുന്നു. ഇപ്പൊ ഞാൻ കെട്ടാത്തോണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ അഡ്വൈസ് കൊടുക്കണ്ട, അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ലൈഫ് അടിപൊളിയായിട്ടിരിക്കട്ടെ. മതി ഇനി എനിക്ക് ഫുഡ് കഴിക്കണം.